ഹായ്. ഇന്നപ്പോൾ നമ്മൾ കക്കാടംപൊയിലേക്ക് പോവാണ്. ഇപ്പോൾ ഒരു നിലമ്പൂർക്ക് പോയിട്ടാണ് അവിടെ നിന്ന് പോകാനായിട്ട്. ഇപ്പോൾ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ 3 മണിക്ക് ഇപ്പോൾ ട്രെയിൻ എത്തും. അവിടെ നല്ല മഴയുണ്ട്. ഏതാ വൈപ്പല്ലേ. അങ്ങനെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കാണുമ്പോൾ എന്തായാലും ഏതാ ആർട്ടിസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വരച്ച് ചെയ്തതിന് ബ്യൂട്ടിയാണ്. എന്ത് രസമാണ്. അങ്ങനെ ട്രെയിൻ വരാൻ കാത്തിക്കാണ്. ഇനി ഒരു 5 മിനിറ്റും കൂടി. അങ്ങനെ ട്രെയിൻ വരാൻ ടൈമായി. മെല്ലെ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങോട്ട് നടക്കുകയാണ്. ഇത് പിന്നെ ലോക്കൽ സ്റ്റേഷൻ കാരനാണ് അധികം ആൾക്കാരില്ലാത്തത്. പിന്നെ എപ്പോഴും നിലമ്പൂർ റൂട്ടിലേക്ക് പിന്നെ അധികം തിരക്കുണ്ടാവില്ല. ട്രെയിനിൽ ഇരിക്കാനൊക്കെ നല്ല സ്പേസും സീറ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോ സ്റ്റേഷൻ കഴിയുമ്പോൾ അങ്ങനെ വിൻഡോ സീറ്റ് കിട്ടി. വിൻഡോ സീറ്റ് പിന്നെ ഒരു വികാരം തന്നെയാണല്ലോ. ട്രെയിനിൻ്റെ മിററിൻ്റെ നമ്മൾ വെറുതെ വിടില്ലല്ലോ. കുറച്ച് നേരം പോസൊക്കെ ഇട്ട് നെയ്. അങ്ങനെ നമ്മൾ നിലമ്പൂർ സ്റ്റേഷൻ അങ്ങോട്ട് എത്താനായി. ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നിലമ്പൂരെത്തി. പിന്നെ ഒരു സുഹൃത്ത് വരുന്നുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഓനെ കാത്തിക്കാണ്. അങ്ങനെ കാത്തുനിക്കലേ ഉണ്ടായുള്ളൂ. പിന്നെ അവൻ്റെ വിവരം തന്നെ ഉണ്ടായില്ല. പിന്നെ മെല്ലെ KSRTC നേരെ കക്കാടംപൊയിലേക്ക് അങ്ങോട്ട് വിട്ട്. ഒരു സോളോ വൈബ്. ചെറിയ KSRTC ആണ്ട് സീറ്റൊക്കെ അതേമാതിരി ചെറുത് തന്നെയായിരുന്നു. എനിക്കിരിക്കാനും പറ്റുന്നുണ്ടായില്ല. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ റോഡൊക്കെ പറ്റ മോശം. വീഡിയോസ് ആണെങ്കിൽ എനിക്ക് എടുക്കാനും പറ്റുന്നുണ്ടായില്ല. ഇരിക്കാനൊക്കെ സീറ്റും കിട്ടുന്നുണ്ടായില്ല. ഒരു മിനി ഓഫ് റോഡ് തന്നെ പറയാം. പക്ഷെ ആ ഓഫ് റോഡ് ആണെങ്കിലും ആ കാട്ടിക്കൂടുള്ള വൈബേ അത് കോഴിക്കോട് വഴി കക്കാടംപൊയിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടൂല. അത് നിലമ്പൂർ വഴി തന്നെ പോകണം. എന്താ വ്യൂ കാണാൻ. കുറേ ഷോട്ടുകളൊക്കെ എടുക്കാൻ അങ്ങോട്ട് വിട്ട് പോവുകയാണ്. എന്നുവെച്ചാൽ ബസ് കിടന്ന് കുലുങ്ങണ്. ഫോണൊക്കെ കയ്യിൽ നിന്നൊക്കെ തെറിച്ച് തന്നെ പോവാണ്. അമ്മാതിരി കുലുക്കുക ബസ്. അങ്ങനെ ഓരോരോ സ്റ്റോപ്പുകൾ കഴിഞ്ഞപ്പോഴാണ് മെല്ലെ മെല്ലെ സീറ്റുകൾ കിട്ടിത്തുടങ്ങിയത്. അങ്ങനെ വിൻഡോ സീറ്റ് നമുക്ക് കിട്ടി. യെസ്. അങ്ങനെ പോണ വയ്ക്കുന്ന അങ്ങാടി എത്തിയപ്പോഴാണ് പണ്ടത്തെ ന്യൂസ്റ്റ് വൈബറോ. കുറച്ചങ്ങാട് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ റോഡ് ആയി. ഒരേ വണ്ടിക്ക് പോകാൻ പറ്റിയ ഗ്യാപ്പുള്ളൂ. അപ്പോൾ നമ്മൾ കക്കാടംപൊയിലേക്ക് എത്തിയേക്കാണ് ഗായ്സ്. ഞാൻ ഒരു മല കയറാണ്ട് ആ കാണാണ് കക്കാടംമല. ഞാൻ അങ്ങോട്ട് കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഫൈനലി വിചാരിച്ച സ്പോട്ടിലേക്ക് എത്തി. എന്താ പിന്നെ ആ കാണുന്ന ചെറിയ വഴി കൂടെ ഇങ്ങനെ നടക്കണം. മോളിലേക്ക് എത്തുമ്പോഴുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ ഈ കാണുന്ന മാതിരി അത്ര ഈസി ഒന്നുമല്ല കയറ്റം കയറാൻ. കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുത്തനുള്ള കയറ്റം. പിന്നെ കുറച്ചധികം നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കാറ്റൊക്കെ കൊണ്ട്. അങ്ങനെ ഏകദേശം ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ടൈമായി തുടങ്ങി. മെല്ലെ അടിയിലേക്ക് ഇറങ്ങാനായി. എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട സ്ഥലം തന്നെയാണ് കക്കാടംപൊയിൽ. എന്തോ ഒരു വാട്ടർഫോളും കൂടി ഉണ്ട്. അത് ഇനി നഷ്ടമായി. ഇനി ടൈമില്ല. തിരിച്ചു പോകാൻ ബസ് KSRTC ഉണ്ട്. വരണ്ടെന്ന് കക്കാടംപൊയിൽ മാത്രം നിന്ന് ടൈമുണ്ടല്ലോ ഗായ്സ്. 7 മണിക്കാണ് ബസ്. 6:45 7:10 ബസ് എത്തുള്ളൂ. സോ ആ ബസ് കുരിശുമലയിൽ പോയിട്ടേക്കുള്ളൂ തിരിച്ചു പോരണം. അപ്പോൾ നമുക്ക് കുരിശുമലയും കൂടി പോയി കണ്ടിട്ട് പോരാം. എന്തായാലും ഇവിടം വരെ എത്തിയ
അങ്ങനെ പോണ വഴിക്കാണ് വാട്ടർ തീം പാർക്ക് കാണുന്നത്. നല്ല വ്യൂ ഉള്ള പോയിന്റ് തന്നെയായി. കൊള്ളാം. വീഡിയോയില് കോട കാണുന്നത് മനസ്സിലാവുന്നില്ല. ജാതി കോടയൊക്കെ ഇതൊക്കെ കണ്ടമാനം റിസോർട്ട് ബസ്സിൻ്റെ അകത്തൊക്കെ ഇത് മോനെ കോട, പെരും കോട. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണണം. ഒന്നും കാണില്ല. ബാക്ക് ഒരു റിസോർട്ടൊക്കെ കാണുന്നത്, ഫുള്ള് കോള. കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ കോടയിൽ കൂടെ ഒക്കെ നടക്കണം. ഇതൊരു ഫീല്, ഒന്നൊന്നര ഫീൽ തന്നെ മോനെ. ഏതായാലും കുരിശുമല കയറാൻ സമയമില്ല. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന നൈറ്റായി പോയി ഇതാണ് കുരിശുമല. അതുകൊണ്ട് അത് നെക്സ്റ്റ് ടൈം എന്തായാലും പോകണം. രാവിലെ 7:05 തിരുവമ്പാടി ഫസ്റ്റ് വണ്ടി എടുത്തു. രാവിലെ 7:05 തിരുവമ്പാടി ഇങ്ങോട്ട് വണ്ടി ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ തിരിച്ചു. ഇനി പുറത്തുള്ള മ്യൂസിക് ക്യാമറ കിട്ടൂല. ഫുള്ള് നൈറ്റായി, ഡാർക്കായി. ഇനി പെരെ എത്തിയിട്ട് കാണാം. ബൈ. ഗായ്സ്, അപ്പം അങ്ങനെ ഫാനിൻ്റെ വീട്ടിലേക്ക് എത്തി. ഫോണിൽ ചാർജൊന്നും ഉണ്ടായില്ല. ഇനി ഒരു വട്ടം കൂടി പോകണം. അത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.